എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ ഞാനൊരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അതായത് വരാനിരിക്കുന്ന വൻ സാമ്പത്തിക ദുരന്തത്തെ പറ്റി ഇതുവരെ നിങ്ങളോട് പറയാതെ ഞാനത് അടക്കി പിടിച്ചിരുന്നു. അത് എൻ്റെ സ്വാർത്ഥ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അതായത് സാമ്പത്തിക നഷ്ടം വരുമ്പോൾ അതിൽ നിന്നും ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന ഒരു സ്വാർത്ഥത കാരണമായിരുന്നു ഞാൻ ഇത്രയും കാലം ഈ വരാനിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തെ പറ്റി നിങ്ങളോട് പറയാതിരുന്നത്. പക്ഷേ കുറച്ച് ഭഗവത്ഗീത എല്ലാം വായിച്ചതിന് ശേഷം എനിക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഈ വീഡിയോ ചിലപ്പോൾ ഒരുപാട് നേരത്തേക്ക് കടന്നു പോവാം. അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ കൂടെ നിങ്ങളിത് സമ്പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ഞാൻ ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാനിത് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് ക്ഷമയുണ്ടോ അത്രത്തോളം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വരും. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. തുടങ്ങാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു 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 അളവിലാണ്. അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്കിനെയാണ് ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ മലയാളത്തിൽ പറഞ്ഞാൽ അതായത് ഗോൾഡൻ റേഷ്യോ. അപ്പോൾ ഗോൾഡൻ റേഷ്യോയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ ഈ ഗോൾഡൻ റേഷ്യോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കുറച്ചും കൂടെ, അതായത് ഇപ്പോൾ മിൽക്കി വേ ഗാലക്സി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മിനിറ്റ്. ഉണ്ടോ മിൽക്കി വേ ഗാലക്സിയുടെ ഷേപ്പ്? മിൽക്കി വേ ഗാലക്സിയോ അല്ലെങ്കിൽ എന്തെടുത്താലും അതിൻ്റെ റേഷ്യോ എപ്പോഴും ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇതാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിൻ്റെ ഷേപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെടി വളരുന്നതായാലും അതിൻ്റെ ഷേപ്പും ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഗോൾഡൻ റേഷ്യോ പറയുന്നത്. അതായത് എല്ലാം, അപ്പോൾ മാത്സിലെ റെക്റ്റാങ്കിൾ എടുത്താലും അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും റേഷ്യോ എപ്പോഴും ഒന്നായിരിക്കും എന്നാണ് ഗോൾഡൻ റേഷ്യോ പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ഫിബനോച്ചി എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. അപ്പോൾ ഈ ഗോൾഡൻ റേഷ്യോയിൽ നിന്നും എലിയറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്. ആ എലിയറ്റ് എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ കുറച്ചും കൂടെ കാര്യങ്ങൾ, അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ വളരുന്നത് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾ താഴുന്നത് എങ്ങനെയാണ്, അതിനൊരു പാറ്റേൺ ഉണ്ടോ എന്നെല്ലാം നോക്കി അങ്ങനെ കണ്ടുപിടിച്ചെടുത്ത പാറ്റേൺ ആണ് എലിയറ്റ് വേവ് പാറ്റേൺ. അപ്പോൾ എലിയറ്റ് വേവ് പാറ്റേൺ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. നമ്മൾ ജിമ്മിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. ജിമ്മിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാവും ജിമ്മിൽ പോകാനായിട്ട്. അപ്പോൾ ആ മോട്ടിവേഷൻ്റെ കാലാവധിനെയാണ് ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത്. എലിയറ്റ് വേവ് എന്ന് പറയുമ്പോൾ 5 വേവ് ഉണ്ടെന്ന് പറയാം. ആദ്യം നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് മടി വരും. അതായത് ഇനി പോകണമെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ മോട്ടിവേഷൻ ഒരു 30-35% കുറയും. 35% കുറയുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മൾ ജിമ്മിലോട്ട് ഇപ്പോൾ പൈസ കൊടുക്കുകയും ചെയ്തു, 30% കുറയും ചെയ്യുമ്പോൾ നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവും. അയ്യോ, ജിമ്മിൽ പോയില്ലല്ലോ, എൻ്റെ പൈസ എല്ലാം നഷ്ടമാവുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പോരാത്തതിന് തടിയും വെച്ച് തുടങ്ങുമ്പോൾ ആ തടിയും കൂടെ കാണുമ്പോൾ രണ്ടിൻ്റെയും കൂടെ, പൈസ നഷ്ടമായതിൻ്റെ പേടിയും തടി കൂടിയതിൻ്റെ പേടിയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടെ ആവേശത്തോടു കൂടി ജിമ്മിലോട്ട് പോകും. അപ്പോൾ ആ ആവേശത്തോടു കൂടി ജിമ്മിലോട്ട് പോകുമ്പോൾ മുന്നേ പോയതിനെക്കാട്ടിലും കൂടുതൽ ആവേശം ഉണ്ടാവും. കൂടുതൽ ആവേശം വയ്ക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ബോഡി നല്ല സ്ട്രോങ് ആവും. സിക്സ് പാക്ക് എല്ലാം വരും, വിങ്സ് എല്ലാം വരും. അങ്ങനെ വിങ്സ് എല്ലാം വരുമ്പോൾ ഒരു അഹങ്കാരം സംഭവിക്കും. എനിക്ക് അത്രയും ഇതുണ്ടല്ലോ,
എന്നുള്ള രീതിയിൽ. അഹങ്കാരം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് മടി വരും അഹങ്കാരം കാരണം. അങ്ങനെ അഹങ്കാരം കാരണം കുറച്ച് മടി വന്ന് കുറച്ചുകൂടെ ഒന്ന് വീക്കാവും. കുറച്ചുകൂടെ വീക്കാവുമ്പോൾ എന്ത് പറ്റും? നമ്മൾ അതിനെ നികത്താനായിട്ട് ഇനിയിപ്പോൾ അതായത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആ ജിമ്മിൻ്റെ വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മടി കാരണം കുറച്ച് തടി വയ്ക്കുമ്പോൾ വീണ്ടും പേടി വരും. പേടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ ജിമ്മിൽ പോയി മാക്സിമത്തിലെത്തിയതിന് ശേഷം എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ആ മാക്സിമത്തിൽ നിൽക്കും. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടാതാവും. കാരണം ഇത് നമ്മുടെ നോർമൽ സ്റ്റേറ്റ് ആയി. നമ്മളെ ജിമ്മാണ് എന്നുള്ള പ്രശംസകളെല്ലാം സമൂഹം തന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അതായത് ഇത്രയും ഡെവലപ്മെന്റിന്റെ ഒരു 30% പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ പൊട്ടിയില്ലേ, ഇത് ഒരു വേവായി. ഈ ഒരു സാധനം ഒരു വേവായി. അങ്ങനെ ഒരു വേവായി കഴിഞ്ഞാൽ എന്ത് പറ്റും? സമൂഹത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇത് പൊട്ടി നമുക്ക് വീണ്ടും ഫാറ്റ് ഒബിസിറ്റി ഒക്കെ വന്നു. ഒബിസിറ്റി വന്നതിന് ശേഷം ഇതൊരു വേവായി. ഇതേപോലെ തന്നെ വലിയ വേവുകൾ വരും. അതായത് ഇതൊരു വേവായി കഴിഞ്ഞു. പിന്നീട് നമുക്ക് തോന്നുകയാണ് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് ഇതിൻ്റെ തന്നെ വലിയ വലിയ വേവുകൾ വീണ്ടും സംഭവിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ വേവ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരു വലിയ വേവ് ഉണ്ടായതിനു ശേഷം ആ വലിയ വേവിന് വീണ്ടും ഒരു ഫോൾ ഉണ്ടാവുന്നു. ഇതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് എപ്പോഴും ഓരോ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് ഞാൻ ഒരു ജിമ്മിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു. നമ്മളുടെ സാമ്പത്തിക മേഖലയിലും ഇതേ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തിക മേഖല എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ 50 വലിയ കമ്പനികൾ എടുക്കുന്നു. 50 വലിയ കമ്പനികൾ എടുത്തിട്ട് ആ 50 വലിയ കമ്പനികളെ 994 ഈ 50 വലിയ കമ്പനികളുടെ മൂല്യം 1000 രൂപയാക്കി കൊടുത്തു. അപ്പോഴത്തെ സാമ്പത്തിക നില വെച്ചിട്ട് ഓരോണത്തിനും ഓരോ കമ്പനിക്കും ഓരോ വാല്യൂ കൊടുത്തിട്ട് അങ്ങനെ 50 വലിയ കമ്പനികളെ ഈക്വൽ ടു 1000 എന്ന് പറഞ്ഞു കൊടുത്തു. 1000 രൂപ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നീട് ഈ 50 വലിയ കമ്പനികളുടെ സാമ്പത്തിക വളർച്ചയും താഴ്ചയ്ക്കും അനുസരിച്ച് അതിൻ്റെ മൂല്യങ്ങൾ മാറ്റി അതിൻ്റെ മൊത്തം തുക എത്രയാണ് എന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ഇതിൻ്റെ മൂല്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ മൂല്യം എവിടെയാണുള്ളത്? ആ മൂല്യത്തിൻ്റെ പേരാണ് നിഫ്റ്റി. ഇപ്പം നിങ്ങൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും നിഫ്റ്റി 50. ഇത് ഈ കമ്പനികളുടെ ഷെയർ എന്നാണ് അതിനെ പറയുക. അതായത് ഓരോ കമ്പനികളുടെ ഷെയർ ആ മൂല്യത്തിന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് വാങ്ങുന്നത് എവിടെ നിന്നാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. അതിനെയാണ് NSE എന്ന് പറയുക, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് നമ്മൾ സ്റ്റോക്സ് വാങ്ങുന്നത്. അതേപോലെ തന്നെ വേറൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടെ ഉണ്ട്. 2 കടകളിൽ നിന്നും നമ്മൾക്ക് ഈ 50 അല്ലെങ്കിൽ 5000 കണക്കിന് വരുന്ന കമ്പനികളുടെ ഷെയർസ് നിയമപരമായിട്ട് വാങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ വാങ്ങുന്ന ഒന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ ഉള്ള ഒന്നാണ് അതായത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ ഒന്നുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിനെയാണ് BSE എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ചിത്രമൊക്കെ. അപ്പോൾ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇതേപോലെ തന്നെ കുറച്ച് കമ്പനികളുടെ ഷെയർ വാല്യൂ 1000 രൂപയാക്കി കണക്കാക്കിയിട്ട് അതിനെ പിന്നെ കമ്പനികളുടെ വളർച്ചയ്ക്കും താഴ്ചയ്ക്കും അനുസരിച്ച് ഇതിൻ്റെ മൂല്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. ഇതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത് BSE.
അപ്പോൾ BSEന്റെ 50 കമ്പനികളുടെ മൂല്യത്തെയാണ് സെൻസെക്സ് എന്ന് പറയുക. അപ്പോൾ സെൻസെക്സ് എന്താണ്, നിഫ്റ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിഫ്റ്റി കൂടുകയാണെങ്കിൽ പിന്നെ ഈ 50 കമ്പനീസ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഭാരതത്തിന്റെ വളർച്ചയെ കാണിക്കുന്ന 50 കമ്പനീസ് ആണോ നമ്മളുടെ ഈ നിഫ്റ്റി 50യിൽ കൊടുത്തിരിക്കുന്നതെന്നുള്ളത് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാ 3 മാസം കൂടുമ്പോഴും തീരുമാനിക്കും. എന്നിട്ട് അതിനനുസരിച്ച് നിഫ്റ്റി 50യിലുള്ള കമ്പനീസിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിഫ്റ്റി 50യിൽ നിന്നും കമ്പനീസ് എടുത്ത് മാറ്റുകയാണെങ്കിൽ ആ കമ്പനീസിന്റെ ഷെയർസ് നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം നിഫ്റ്റി 50യിൽ ഇരിക്കുന്ന ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ആ കമ്പനികളുടെ അനാലിസിസ് നടത്തിയിട്ടാണ് ഈ കമ്പനികൾ നിഫ്റ്റി 50യിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിഫ്റ്റി 50യിലുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാമാണ് നിലവിലുള്ള നിഫ്റ്റി 50യിലുള്ള കമ്പനികൾ. അതിൽ ONGC വരുന്നുണ്ട്, ബജാജ് ഫിൻസർവ് വരുന്നുണ്ട്, വിപ്രോ, ടെക് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ്, റിലയൻസ്, സിപ്ല, NTPC അങ്ങനെയുള്ള കമ്പനീസ് എല്ലാം വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് സെൻസെക്സിലും. നിഫ്റ്റിന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ടാറ്റ കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്, ഹീറോ മോട്ടോകോപ്പ് വരുന്നുണ്ട്, അദാനി വരുന്നുണ്ട്, ജിയോ ഫിനാൻസ് വരുന്നുണ്ട്, ടാറ്റ സ്റ്റീൽ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയെന്ന് വിചാരിക്കുക. മ്യൂച്വൽ ഫണ്ടിൽ ഇടുമ്പോൾ ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ പൈസ ഇടാൻ പറയും ഇവർ. ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നിങ്ങളൊരു 2000 രൂപ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ 2000ത്തിനെ 50 ഭാഗങ്ങളായിട്ട് മുറിക്കും. 2000ത്തിനെ 50 ഭാഗങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ 40 രൂപ. അപ്പോൾ 40 രൂപ ഓരോരോ കമ്പനികളുടെ ഷെയർസും വാങ്ങിക്കാനായി അവർ ഉപയോഗിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ 2000 3000 ആവുന്നത് എപ്പോഴാണ്? മൊത്തം ഈ കമ്പനികളുടെ ഷെയർസിന്റെ മൊത്തത്തിലുള്ള തുക 2000-ൽ നിന്നും 3000-ത്തിലോട്ട് കൂടുമ്പോഴാണ്. അതായത് 40-ൽ നിന്നും 45 ആവുമ്പോഴാണ് ഇത് മൊത്തം 3000 ആവുന്നത്. 45 അല്ലേ? 45. അപ്പോൾ ഇതാണ് നിഫ്റ്റി 50. ഇതൊരു സാമ്പത്തിക ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലായിരിക്കും ഇവർ പൈസ ഇടുക. ഇതിൽ തന്നെ പല പല സെക്ടേഴ്സ് ഉണ്ട്. അതായത് നിഫ്റ്റി 50 അല്ലാതെ വേറെ സെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാങ്കിങ് സ്റ്റോക്കുകൾ, അതായത് SBI, ICICI, HDFC അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ആയിരിക്കും നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോൾ ഇടുക. അപ്പോൾ ചിലവർ പറയും നിഫ്റ്റി ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതിലിടാം, അതിലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺസ് കിട്ടും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത് മാസാമാസം കൊടുക്കുന്ന പൈസ ബ്ലൂ ചിപ്പ് ആണെങ്കിൽ, ബ്ലൂ ചിപ്പിന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ബ്ലൂ ചിപ്പ് ആണെങ്കിൽ അതിന് 50 ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കമ്പനികളിലും ഇത്ര പൈസ ഇടുന്നു. അപ്പോൾ നിഫ്റ്റി 50ന്റെ ഇതിന്റെ ഒരു ആവറേജ് എന്നുള്ള രീതിയിലൊക്കെ പറയാം. അതാണ് ഇതാണ് നമ്മുടെ നിഫ്റ്റി 50. നിഫ്റ്റി 50ന്റെ ചാർട്ടാണ്. ഞാനതൊന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓരോ മാസത്തെ വളർച്ചയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ സ്ക്രീനിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. 1991 ആണ്, ക്ഷമിക്കുക, 1990s തുടങ്ങിയ പരിപാടികളാണ് ഇത്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൽ താഴെ കാണിക്കുന്നത് സമയം, മേലെ കാണിക്കുന്നത് നിഫ്റ്റി 50ന്റെ മൂല്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് തുടങ്ങിയത് ഇവിടെ നിന്നൊക്കെ, അതായത് 1000 റേഞ്ചിൽ തുടങ്ങിയിട്ട് പിന്നെ അത് കയറി പോയിരിക്കുകയാണ്. അപ്പം ഇതിൽ ഒരു എലിയറ്റ് വേവ് പാറ്റേൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എലിയറ്റ് വേവ് പാറ്റേൺ എങ്ങനെയായിരുന്നു അതൊന്നുകൂടെ നോക്കാം നമുക്ക്. ഇതാണ് എലിയറ്റ് വേവ് പാറ്റേൺ. ഒന്ന് കയറി ഇടിഞ്ഞു
ഒന്ന് കയറി, ഇടിഞ്ഞു, ഒന്ന് കയറി. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു എലീറ്റ് വേവ് പാറ്റേൺ ആണ്. കണ്ടോ, കയറി, ഇടിഞ്ഞു, കയറി, ഇടിഞ്ഞു, വീണ്ടും കയറി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ച ഉണ്ടായിരുന്നത്. അതായത് കയറി, ഇടിഞ്ഞ്, കയറി, ഇടിഞ്ഞ്, കയറി. ഇനി അപ്പം മുന്നേ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇത്രയും കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 30% ഇടിയണ്ടേ? ഇടിയണോ വേണ്ടയോ? ഇടിയണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 30% മിനിമം ഇടിയണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 27,000-ൻ്റെ 30% എന്ന് പറയുമ്പോൾ എത്രയായി? ഇപ്പം നിഫ്റ്റി 27,000 എത്തിയിട്ടുണ്ട്. അപ്പോൾ 27,000-ൻ്റെ 30% എന്ന് പറയുമ്പോൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഈ ശതമാനങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ പ്രൂഫ് കാണിച്ചു തരാം, കുറച്ചും കൂടെ വിശ്വാസ്യത വരാനായിട്ട്. അപ്പോൾ ഈ കൊറോണയൊക്കെ ശരിക്കും എന്താണ് കാരണം? കൃത്യം അത് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇവിടെ നിന്ന് തുടങ്ങുകയാണ് എലിയറ്റ് വേവ്. അപ്പോൾ എലിയറ്റ് വേവിൻ്റെ സിദ്ധാന്ത പ്രകാരം 100% കയറിക്കഴിഞ്ഞാൽ ഗോൾഡൻ റേഷ്യോ ആയ 161.8 ഇവിടെ എഴുതിയിട്ടുണ്ട്. 161.8% വളർച്ച കയറണം. അങ്ങനെയാണല്ലോ ഗോൾഡൻ റേഷ്യോ. അപ്പോൾ ഗോൾഡൻ റേഷ്യോ ഇവിടെ നോക്കാം. ഇതാ, ഇവിടം വരെ പോയിട്ട് ഇതാണ് ഫിബൊനാച്ചി. ഇതാണ് ഗോൾഡൻ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. 161.8 1.618. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡിൽ തന്നെ കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 100% 2003-2004 കയറിയിട്ട് കൃത്യം 2008 എത്തിയപ്പോൾ അവർ പൊട്ടിച്ചു. നമ്മൾ വിചാരിച്ചത് 2008-ലെ സാമ്പത്തിക മാന്ദ്യം അങ്ങനെ വന്നാണെന്നാണ്. പക്ഷേ ആ 2008-ലെ സാമ്പത്തിക മാന്ദ്യം വന്നതിന് ശേഷം കൃത്യം 161.8% ആയപ്പോൾ മാർക്കറ്റിനെ സൈഡ് വേസ് ആക്കിയിട്ട് മാർക്കറ്റിനെ എന്ത് ചെയ്തു? വീണ്ടും പൊട്ടിച്ചില്ലേ? അപ്പോൾ 161.8% ആയി. ഇനി അതേ ലെങ്ത്താണ് ഇവിടെ വരേണ്ടിയിരുന്നത്. അതായത് ഇതേ ലെങ്ത് ആണ് വരേണ്ടിയിരുന്നത്. പക്ഷെ അവരതിനെ ഒരുപാട് കയറ്റി കൊണ്ടുപോയി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. അതായത് ഇതും ഒരു ഗോൾഡൻ റേഷ്യോൻ്റെ ഒരു നമ്പറാണ്. 4.236 വരെ എത്തിച്ച് ഒരു ഫുൾ വേവ് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഫുൾ വേവ് വന്നാൽ പിന്നെ എന്ത് സംഭവിക്കണം? ഒരു മൊത്തം വേവ് വന്നു കഴിഞ്ഞാൽ ആ മൊത്തം വേവിൻ്റെ 38% താഴോട്ട് വരണം. അപ്പോൾ 38% താഴോട്ട് വരിക എന്ന് പറയുമ്പോൾ
അതെത്രയാണെന്ന് നോക്കാം. ഇതിന്റെ 38% താഴോട്ട് വരേണ്ടത്. 38% എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 16,585 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16,585 വരെയെങ്കിലും മിനിമം താഴെ വരേണ്ടതാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത, നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലിട്ട മൊത്തം പൈസയുടെ 38% നിങ്ങൾക്ക് ഇനി നഷ്ടമാവും എന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലോട്ട് എവിടെ നിന്നാണ് പൈസ വരുന്നത്? പൈസ വരുന്നത് അമേരിക്കൻ മാർക്കറ്റാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിന്റെ നിഫ്റ്റി പോലെ തന്നെ അവിടുത്തെ മാർക്കറ്റിനെ കണക്കാക്കുന്നതാണ് ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ്. അപ്പോൾ ഡൗ ജോൺസ് എന്താ പറയുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ മാർക്കറ്റ് കണ്ടിട്ട് വിശ്വാസം ഇല്ലാത്തവർക്ക് ഡൗ ജോൺസും കൂടെ കാണിച്ചു തരാം. ചാർട്ട് സമ്പൂർണ്ണമായിട്ട് വരുന്നില്ല. ചില സാങ്കേതിക തകരാറ്. ഡൗ ജോൺസും ഇതേ എലിയറ്റ് വേവ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഡൗ ജോൺസിന്റെയും വളർച്ച ഏകദേശം ആ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ അപ്പോൾ ഇവരുടെ കയ്യിൽ 2013 മുതലുള്ളതേ ഉള്ളൂ ഡേറ്റ. അപ്പോൾ ഇതിൽ ഡൗ ജോൺസ് എടുക്കുകയാണെങ്കിലും ഇതാണ് മൂന്നാമത്തെ വേവ്. മൂന്നാമത്തെ വേവ് കഴിഞ്ഞ് കൊറോണൻ്റെ സമയമായപ്പോൾ കൃത്യമായിട്ട് ഫോൾ ആയതിനു ശേഷം തിരിച്ച് വീണ്ടും കയറി. അപ്പോൾ ഇതിൽ എനിക്ക് 2 സംശയങ്ങളാണ് ഉണ്ടായത്. കൃത്യം 2008 ആയപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് ഫോളായി, എന്നിട്ട് കറക്റ്റ് 161.161 അതായത് ഗോൾഡൻ റേഷ്യോന്റെ സമയമായപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് സൈഡ് വേസ് ആവുകയും അതിനുശേഷം വളരെ യാദൃശ്ചികമായി കൃത്യം സമയം തന്നെ ആ ലെവലിലെത്തിയതും കൊറോണ വരികയും വീണ്ടും എന്തുകൊണ്ട് മാർക്കറ്റ് ഫോളായി എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. ഇതിന്റെ റേഷ്യോസ് എടുക്കുകയാണെങ്കിൽ ആ റേഷ്യോസും അത് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം കൃത്യം 2 വേവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് മാർക്കറ്റ് ഇത് മന്ത്ലി ഓരോ മാസത്തെ കണക്കാണ്. അപ്പോൾ സെപ്റ്റംബർ 2024 മുതൽ ഇങ്ങോട്ട് വലിയ വളർച്ചയില്ല. നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 2024 മുതൽ ഇതുവരെ ബ്ലൂ ചിപ്പിലാണ് നിങ്ങൾ പൈസ ഇട്ടിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. ഇത് 30% ഇനിയും ഫോൾ ആവും. ഇത് ഫോൾ ആവുന്നതിൻ്റെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ളൊരു ടൂൾ ഉണ്ട്. അതാണ് ഫിബൊനാച്ചി ടൈം സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫിബൊനാച്ചി ടൈം സോൺ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സമയങ്ങളിലായിരിക്കും വളർച്ച വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ഫിബൊനാച്ചി ടൈം സോണിനെക്കാളും നോർമൽ ടൈം സോൺ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ടൂളാണിത്. അപ്പോൾ ട്രെൻഡ് ബേസ്ഡ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് ഏകദേശം പറയുന്നത് ഒരു മിനിറ്റ്, ലെങ്ത് ആണ് ഇതിൽ ഈ ടൈം സോൺ വെച്ചിട്ട് പറയുന്ന കാര്യം ഇതിന്റെ ദൈർഘ്യമാണ്.
അതായത് എല്ലാ 10 വർഷം കൂടുമ്പോഴും ഏകദേശം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ 2001 സ്കാം ഉണ്ടായിരുന്നു, സത്യം സ്കാം എന്ന് പറഞ്ഞിട്ട്. ആ സ്കാം ഉണ്ടായപ്പോൾ തൊട്ടിട്ടുള്ള സംഭവങ്ങളാണ്. 2001 മുതൽ 2008 വരെ പോയി. 2008 തൊട്ടിട്ട് കൃത്യം 12 കൊല്ലം കഴിഞ്ഞപ്പോൾ 2020 അടുത്ത ഫോൾ ഉണ്ടായി. 2020 തുടങ്ങി ഇനി അടുത്ത ഒരു 12 കൊല്ലത്തിൽ അടുത്തൊരു ഫോളോട് വരാൻ സാധ്യതയുണ്ട്. അതായത് 2032 അടുത്ത ഫോളോ വരും എന്നാണ് പറയുന്നത്. പക്ഷെ 2032 തന്നെ നിഫ്റ്റി അത് ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിരിക്കുന്നു. അങ്ങനെ അത് ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയത് കൊണ്ട് ഇനി 2032 വരെ ഇത് സൈഡ് വേസ് ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് സൈഡ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള പണക്കാർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 990 മുതൽ 2003 2004 വരെ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ വാങ്ങിച്ച വസ്തുക്കളെല്ലാം അവർക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം, അതായത് വിറ്റൊഴിവാക്കണം. അങ്ങനെ വിറ്റൊഴിവാക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അങ്ങനെ വിറ്റൊഴിവാക്കണമെങ്കിൽ അവർ ഏകദേശം അത്രയും സമയം എടുക്കും, അത്രയും ഷെയർസ് വിൽക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ടായിരിക്കും ഇവർ ഈ ഷെയർസ് മൊത്തം വിൽക്കുക. വിറ്റതിന് ശേഷം ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഒരു 30-40% താഴ്ത്തിയിട്ട് അവർ വീണ്ടും വാങ്ങും. അപ്പം ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇനി ഭാരതത്തിൻ്റെ വളർച്ച കണക്കാക്കുന്ന വേറൊരു സംഭവമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിന് ലോൺ കൊടുക്കണ പോലെ തന്നെ രാജ്യത്തിന് ലോൺ കൊടുക്കുകയാണ്. എന്നിട്ട് രാജ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസക്ക് ഇപ്പം നമുക്ക് ഇപ്പോൾ ബാങ്കിന് ലോൺ കൊടുത്ത ബാങ്കിൽ നമ്മൾ FD ഇട്ട് എന്ത് ചെയ്യും? ആ FD ഇട്ട പൈസ ബാങ്ക് വേറൊരാൾക്ക് ലോൺ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ആ ലോൺ കൊടുത്ത ആള് 15% ഇൻട്രസ്റ്റ് അടയ്ക്കുകയാണെങ്കിൽ 5% ബാങ്ക് വെച്ചിട്ട് ബാക്കി 10% FDന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നു. ഇങ്ങനെയാണ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് FDക്ക് പകരം ബോണ്ട് എന്ന രീതിയിൽ നമ്മളുടെ അടുത്ത് പൈസ വാങ്ങും. പൈസ വാങ്ങിച്ചിട്ട് അതിന് നമുക്കൊരു പലിശ തരുന്നു. അതാണ് ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യം നശിച്ചാൽ മാത്രമേ, നശിക്കുന്നത് വരെയും നമ്മൾ കൊടുത്ത പൈസ എന്തായാലും നമുക്ക് തിരിച്ചു തരണം. അപ്പോൾ ബാങ്കുകളെക്കാട്ടിലും ശക്തിയുള്ള കാര്യമാണ് ബോണ്ട്. ഇന്ത്യ മഹാരാജ്യം സമ്പൂർണ്ണമായി തകർന്നാൽ മാത്രമേ നമ്മൾക്ക് പൈസ തരേണ്ട ആവശ്യം വരുന്നുള്ളൂ, പൈസ തരാതിരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൈസ നമ്മൾ സുരക്ഷിതമാണ്. അപ്പോൾ ബോണ്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് ഇതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ച സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ 2025 നല്ല വളർച്ചയാണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 4 ദിവസത്തിൽ പെട്ടെന്ന് 102 നിന്നും ബോണ്ടിൻ്റെ വാല്യൂ 100 രൂപയായി ഇടിഞ്ഞു. കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി 9 മുതൽ ഫെബ്രുവരി 9-ന് 102 ആയിരുന്നത് ഏകദേശം ഫെബ്രുവരി 13 ആയപ്പോൾ, മെയ് 13 ആയപ്പോൾ അത് ഇടിഞ്ഞ് മെയ് 9-ന് 102 ആയിരുന്ന സാധനം മെയ് 13 ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോൾ അതിൻ്റെ മൂല്യം 100 രൂപയായി കുറഞ്ഞു. അപ്പോൾ ഇത്രയും എന്തുകൊണ്ട് കുറഞ്ഞു? കാരണം ഇന്ത്യ മഹാരാജ്യത്ത് എന്തോ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും എമൗണ്ട് കുറയില്ല. അതൊരു സത്യമല്ലേ? പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ബോണ്ട് വിൽക്കുന്നത് ആരാണ്? ബോണ്ട് വിൽക്കുന്നത് ബാങ്ക്സ് ആണ്. അതായത് HDFC, ICICI, SBI ഇങ്ങനത്തെ ബാങ്കുകളാണ് ബോണ്ട് വെക്കുന്നത്. ഇവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ബോണ്ട് വാങ്ങിച്ച് ബോണ്ട് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ബോണ്ട് വാങ്ങിച്ചിട്ട്
103 രൂപയ്ക്ക് വാങ്ങിച്ചു ബോണ്ട്. 13-ാം തീയതി അതെന്തായി, 100 രൂപയായി. അപ്പോൾ ബാങ്കിന് 3 രൂപ നഷ്ടം വന്നു. അങ്ങനെ നഷ്ടം വന്ന അത് എന്ത് ചെയ്യും, SBIN, എൻ്റെ ഇവിടെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. SBIN ഇതെല്ലാം നിഫ്റ്റി 50-യിലുള്ളതാണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇങ്ങനത്തെ എല്ലാ ബാങ്കുകളുടെയും ഷെയർ പ്രൈസ് താഴേണ്ടതാണ്. ഇനിയും താഴ്ന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അത് അവരത്രയും വിറ്റൊഴിവാക്കിയാൽ മാത്രമേ അവരെല്ലാം വിറ്റൊഴിവാക്കിയിട്ടേ പിന്നെ മാർക്കറ്റ് പൊട്ടിക്കുള്ളൂ. അപ്പോൾ ഈ ബോണ്ടിന്റെ വാല്യൂ ഒരു ദിവസം കൊണ്ട് 3 രൂപ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർച്ച 3% താഴെയാണെന്നാണ് ഇപ്പോഴുള്ള വിശ്വാസം. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ നിഫ്റ്റി 27,000 ആണെങ്കിൽ അതിൻ്റെ 30%-ആയ 16,000 17,000 ലെവൽ വരെ താഴും. അപ്പം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഇപ്പോൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറവ് വിലയ്ക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സകലമാന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങളിപ്പോൾ ഒഴിവാക്കിയിട്ട് കുറച്ച് കാലത്തിന് ശേഷം, അതായത് 2030 ശേഷം വീണ്ടും തിരിച്ച് വാങ്ങിക്കാനായി ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലിനി കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് LIC അതേപോലെയുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഷെയർ മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റ് പൊട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾക്ക് പൈസ ഉണ്ടാവില്ല. അവരുടെ പൈസയും അവരുടെ മൂല്യം കുറയുമല്ലോ. അതായത് അവർ ഷെയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഷെയറുകളുടെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മൂല്യം കുറയും. അങ്ങനെ വരുമ്പോൾ ഹെൽത്ത് സെക്ടർ ബാധിക്കപ്പെടുന്നു. അതേപോലെ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും ജോലി പോകും. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് അധികം ലാഭം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യും, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ആൾക്കാരെ പിരിച്ചുവിടുന്നു. അങ്ങനെ പിരിച്ചുവിടുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ജോലി പോകുന്നു. അതേപോലെ ഹെൽത്ത് സെക്ടറിന് അധികം പൈസ കിട്ടാത്തത് കൊണ്ട് ഹെൽത്ത് സെക്ടർ നശിക്കുന്നു. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ജോലി ഇല്ലാതാവുമ്പോൾ ഈ സെക്ടറിലുള്ള ആൾക്കാർ വണ്ടി വാങ്ങിക്കും, വീട് വാങ്ങിക്കും, അവരുടെ മക്കളെ സ്കൂളിൽ വിടുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്രയും ആൾക്കാർ വണ്ടി വാങ്ങാതാവുമ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ നഷ്ടത്തിൽ പോകുന്നു. ഓട്ടോമൊബൈൽ സെക്ടർ നഷ്ടത്തിൽ പോയി അവിടുത്തെ ആൾക്കാർക്ക് ജോലി ഇല്ലാതാവുന്നു. അതേപോലെ ഹെൽത്ത് സെക്ടറിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ അവർ വണ്ടി വാങ്ങുന്നില്ല. അങ്ങനെയും കുറേ ഓട്ടോമൊബൈൽ സെക്ടർ താഴ്ന്നിട്ട് അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഈ ചെറിയൊരു സാമ്പത്തിക പ്രശ്നം, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫോൾ ആവുന്ന ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം കാരണം എക്കോണമിയിൽ ഒരുപാട് അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ സംഭവിക്കുകയും ആ തൊഴിലില്ലായ്മ സംഭവിക്കുന്നത് കൊണ്ട് ഒരുപാട് സെക്ടേഴ്സിന് നഷ്ടം വരികയും, പലചരക്ക് വാങ്ങാൻ ആൾക്കാർ കുറവായിരിക്കും, കാറുകൾ വാങ്ങാൻ ആൾക്കാർ കുറവായിരിക്കും, ലക്ഷൂറിയസ് കാര്യങ്ങൾ വാങ്ങാൻ ആൾക്കാർ കുറവായിരിക്കും, ഫ്ലാറ്റും അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാൻ ആൾക്കാർ കുറവായിരിക്കും. അങ്ങനെ ഈ തൊഴിലില്ലായ്മ വളർന്ന് വലുതാവുകയും സമൂഹത്തിലെ ഒരുപാട് ആൾക്കാർക്ക് പൈസ ഇല്ലാതാവുകയും, അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ആരുടെ അടുത്തും പൈസ ഉണ്ടാവില്ല. അങ്ങനെ പൈസ ഇല്ലാതാവുന്ന സമയത്ത് നമ്മൾ പാനിക്കായിട്ട് നമ്മളുടെ സ്വർണം വിൽക്കാൻ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ 2 കോടിക്ക് 3 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ ടൗൺഷിപ്പ് ഏരിയകളിൽ വാങ്ങിച്ച സ്ഥലങ്ങളോ വിൽക്കാൻ നോക്കുമ്പോൾ അത് വാങ്ങാൻ സമൂഹത്തിൽ പൈസ ഇല്ലാതാവുകയും അങ്ങനെ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും തുച്ഛമായ വിലയ്ക്ക് നമ്മളുടെ അസറ്റുകളെല്ലാം വിൽക്കേണ്ട ഒരവസ്ഥയും വരും. അങ്ങനെ നമ്മളുടെ അസറ്റുകളെല്ലാം തുച്ഛമായ വിലയ്ക്ക് വിൽക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പോൾ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ,
പണക്കാരായിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം വളരെ തുച്ഛമായ വിലയ്ക്ക് നമ്മളിൽ നിന്ന് വാങ്ങിച്ച് അവർ നമ്മളുടെ അധ്വാനത്തിൻ്റെ ഫലം ഭക്ഷിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിലപിടിപ്പുള്ള അസറ്റുകൾ, അതായത് ഫ്ലാറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ സിറ്റിൻ്റെ ഉള്ളിൽ സ്ഥലം വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാറ് വാങ്ങാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ലോൺ എടുത്ത് കാറ് വാങ്ങാം, ലോൺ എടുത്ത് ബൈക്ക് വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുന്നത് വളരെ പ്രശ്നമായിരിക്കും. പരമാവധി പൈസ എടുത്തു വയ്ക്കാൻ നോക്കണം. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ കുറേ ജോലി ഇല്ലാതാവുന്ന സമയത്ത് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആൾക്കാർ എന്ത് ചെയ്യും? ആദ്യം മ്യൂച്വൽ ഫണ്ട് വലിക്കും, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് പ്രശ്നമാവും. മ്യൂച്വൽ ഫണ്ട് വലിച്ചതിന് ശേഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആൾക്കാരുണ്ടാവും, അവർ ബാങ്കിൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ബാങ്കിൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കിന് ലോൺസ് കൊടുക്കാൻ കഴിയില്ല. ബാങ്കിന് ലോൺസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കുന്ന ലോൺസിനെല്ലാം വളരെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സും നമ്മളെ ബാധിക്കും. അപ്പോൾ പരമാവധി ലോൺ എടുക്കാതിരിക്കാനും ശ്രമിക്കുക. ഇതൊരു വലിയൊരു കാരണം 2008-ലോ 2020-ലോ വന്ന സാമ്പത്തിക ദുരന്തം പോലെയല്ല, അതിൻ്റെ ഒരു സമ്പൂർണ്ണ വേവ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും, അതായത് 2000 തൊട്ടിട്ട് 2025 വരെ 25 വർഷത്തിലുണ്ടാക്കിയ വളർച്ചയുടെ 30% ഇനി തകരാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തകരും എന്നുള്ളത് അറിയില്ല. ഇത് തകരുന്ന സമയത്ത് ഇതിൻ്റെ പ്രശ്നങ്ങൾ പുറത്തറിയാതിരിക്കാനായിട്ട്, അതായത് ഇവര് ഈ വളരെ വലിയ പണക്കാർ വിറ്റൊഴിവാക്കി നമ്മളെ ചതിച്ചു എന്ന് നമ്മളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി കൊറോണ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വലിയൊരു അഴിമതി എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു വലിയ സംഭവം ഇവർ സൃഷ്ടിക്കും. എന്നിട്ട് ആ കാരണം കൊണ്ടാണ് ഇത് നശിച്ചത് എന്ന് പറഞ്ഞ് ഈ നമ്മളുടെ എക്കോണമി നശിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം അസറ്റും താഴ്ത്തി പിന്നീട് വാങ്ങിക്കും. അപ്പോൾ എന്തോ ഒരു വലിയ സംഭവം വരാനിരിക്കുന്നതിൻ്റെ ഒരു വാണിംഗ് കൂടെയാണ് ഞാൻ തരുന്നത്. കാരണം 25 വർഷത്തെ വളർച്ച നശിച്ചു പോവത്തക്ക വണ്ണത്തിലുള്ള ഒരു വലിയൊരു സംഭവം വരണം. അത് രാഷ്ട്രീയക്കാരെയോ അതിൻ്റെ കുറ്റം രാഷ്ട്രീയക്കാരുടെ മേലെ വരാൻ പാടില്ല, ഭരണാധികാരികളുടെ മേലെ വരാൻ പാടില്ല. അതുകൊണ്ട് അവരൊരു വലിയൊരു പ്രശ്നമുണ്ടാക്കി ഈ സാമ്പത്തിക നഷ്ടത്തെ മറയ്ക്കും. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കണം. കാരണം എന്തോ ഒരു വലിയ പ്രശ്നം അവർ ഇതിനു വേണ്ടി സൃഷ്ടിക്കും. അതുവഴി നമ്മളുടെ ജീവന് ആപത്തുണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. നമസ്തേ.